സത്യം പറഞ്ഞാൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഇബാദത്തുകളിൽ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് 5 വഖത്ത് നമസ്കാരം എന്ന് പറയുന്നത്. ആ നമസ്കാരത്തെ നമ്മൾ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കൽ നമുക്ക് ഇബാദത്താണ്. അത് നമസ്കാരത്തിൽ കിടക്കുന്നത് പോലെയാണ് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം, എന്റെ പ്രിയമുള്ളവരെ, ഒരിക്കൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പടച്ചവനെ അവിടെ നിന്നതാ ഇശാ നമസ്കാരം ഇങ്ങനെ രാത്രി വരെ വല്ലാതെ വൈകിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇശാ നമസ്കാരത്തെ ഒരുപാട് അവിടുന്ന് പിന്തിപ്പിക്കുകയാണ്. എന്നിട്ടതാ പടച്ചുറപ്പെ ഒരുപാട് കഴിഞ്ഞിട്ട് അവിടുന്ന് നമസ്കാരം കഴിഞ്ഞിട്ട് അതാ അവിടുന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറയുന്നു, സ്വഹാബാ, നമ്മൾ ഇത്രയും സമയം അല്ലാഹുവിന്റെ പരിശുദ്ധമായ നമസ്കാരത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് പടച്ചവനെ അതിനെ കാത്തുകൊണ്ട് നമ്മൾ ഇരിക്കുന്നവരായിരുന്നല്ലോ. അല്ലാഹുവേ പടച്ചുറപ്പേ, ആ സമയം മുതൽ നമ്മൾ കാത്തിരിക്കുന്ന സമയം മുതൽ എത്ര സമയം വരെയാണോ നമ്മൾ കാത്തിരുന്നത്, എപ്പോഴാണോ നമസ്കാരം കഴിഞ്ഞത്, അതുവരെ അവിടുന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അതുവരെ ഉണ്ടല്ലോ നിങ്ങൾ നമസ്കാരത്തിലാണ്. പടച്ചറബ്ബേ, അതിന്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകുന്നതാണ്. എന്റെ പ്രിയമുള്ളവരെ, അവിടുന്ന് നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നമസ്കാരത്തിന്റെ കാര്യത്തിൽ നമ്മൾ അസ്ർ കഴിഞ്ഞിട്ട് മഗ്‌രിബിനെ നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ പടച്ചറബ്ബേ, ഇന്നിതാ നമ്മൾ ജുമുഅ നമസ്കാരം നമസ്കരിച്ചു. അല്ലാഹുവേ, സ്ത്രീകൾ വീട്ടിൽ വെച്ചിട്ട് ദുഹർ നമസ്കാരം നമസ്കരിച്ചു. പടച്ചവനെ, അവരെല്ലാവരും നമസ്കാരം കഴിഞ്ഞു, നമ്മൾ നമസ്കാരം കഴിഞ്ഞു. അല്ലാഹുവേ പടച്ചറബ്ബേ, എന്നിട്ടിതാ പരിശുദ്ധമായ അസ്ർ നമസ്കാരത്തിൽ നമ്മൾ ഇങ്ങനെ കാത്തിരിക്കുകയാണല്ലോ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അടുത്ത നമസ്കാരത്തെ ആരെങ്കിലും കാത്തിരിക്കുന്നുണ്ടെങ്കിൽ പടച്ചറബ്ബേ, ബാങ്ക് വിളിച്ചിട്ട് പള്ളിയിലേക്ക് കടന്നു വരുന്ന വാപ്പമാര്, എത്രയോ വാപ്പമാര്, സഹോദരങ്ങള്, പടച്ചറബ്ബേ, ഇഖാമത്തിന്റെ സമയം ആകുന്നതുവരെ പള്ളിയിൽ തസ്ബീഹ് ചൊല്ലിക്കൊണ്ട് തഹ്ലീൽ ചൊല്ലിക്കൊണ്ട് ഒരുപാട് സ്വലാത്തുകൾ ചെയ്തുകൊണ്ട് പടച്ചവനെ കാത്തിരിക്കുകയാണ്. അങ്ങനെ കാത്തിരുന്ന അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാണ്, സ്വഹാബാ, നിങ്ങൾക്കതാ അടുത്ത നമസ്കാരത്തിലേക്ക് കാത്തിരുന്ന ആ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ച പ്രതിഫലം നിങ്ങൾക്ക് രേഖപ്പെടുത്തുമെന്ന് അവിടുന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമസ്കാരം കഴിഞ്ഞാൽ, ഒരു നമസ്കാരം കഴിഞ്ഞാൽ പടച്ചവനെ എനിക്ക് നല്ലൊരു ഉത്തരവാദിത്വം പടച്ചറബ്ബ് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ, അത് ഞാൻ ചെയ്യാൻ ബാധ്യസ്ഥനാണല്ലോ എന്നവിടുന്ന് ആലോചിച്ചുകൊണ്ട്, എന്റെ മനസ്സിനകത്ത് വിചാരിച്ചുകൊണ്ട് പടച്ചവൻ നമസ്കാരത്തെ കാത്തിരിക്കൽ നമുക്ക് ബാധ്യതയാണ്. അതിനുള്ള പ്രതിഫലം നൽകുന്നുണ്ട്, നമുക്ക് പ്രതിഫലം നൽകുന്നുണ്ട്. മഹാനായ ആമിർ റളിയല്ലാഹു തആല അൻഹുവിന്റെ, എന്റെ പ്രിയമുള്ളവരെ, ശരിക്കും ശ്രദ്ധിച്ചോളൂ, നമസ്കാരത്തിന്റെ കാര്യത്തിൽ നമുക്ക് ശ്രദ്ധ വേണം കേട്ടോ. മഹാനായ ആമിർ റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ വഫാത്തിന്റെ സമയമാ, അല്ലാഹുവേ വല്ലാതെ അവിടുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പടച്ചറബ്ബേ, കണ്ണുനീരൊഴുകുകയാണ്. അല്ലാഹുവേ, കരഞ്ഞുകൊണ്ടിരിക്കുന്ന തങ്ങളോട് തന്റെ ആളുകൾ വന്നിട്ട്, തന്റെ അനുയായികൾ വന്നിട്ട് ചോദിക്കുന്നു, തങ്ങളെ എന്തിനാണ് നിങ്ങൾ കരയുന്നത്? ഈ സമയത്ത് സക്കറാത്തിന്റെ ഹാലിലാണ് നിങ്ങള്, ഈ സമയത്ത് നിങ്ങൾ കരയുകയാണോ? പടച്ചറബ്ബേ, മരണസമയത്ത് കരയുന്നത് ആരാ?
ദുനിയാവിന്റെ തുറിക്കമുകളിലൂടെ പഠിച്ചവനെ തെറ്റുകൾ ചെയ്തവനാണല്ലോ. അല്ലാഹുവേ, തന്റെ അനുയായികൾക്ക് അവിടുന്ന് വല്ലാത്ത ഭയമാവുകയാണ്. എന്തിനാണ് ആമിർ തങ്ങൾ കരയുന്നതെന്ന് പഠിച്ചവനെ അവർക്ക് പറയാൻ കഴിയുന്നില്ല. അത് അവിടുന്ന് ചോദിക്കുന്നു, തങ്ങളെ എന്തിനാണ് നിങ്ങൾ കരയുന്നത്? ഞങ്ങൾക്ക് വല്ലാത്ത പ്രയാസമാണ്, ഞങ്ങൾക്ക് വല്ലാത്ത വേദനയാണ്, അതുകൊണ്ട് നിങ്ങൾ എന്തിനാണെന്ന് പറയണേ എന്ന് പറയുമ്പോ പടച്ചറബ്ബേ ആമിർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഞാൻ കരയുന്നത് മരണത്തെ പേടിച്ചിട്ടല്ല, ഞാൻ കരയുന്നത് ഈ മരണത്തെ ഞാൻ പേടിച്ചിട്ടല്ല, ഈ ദുനിയാവിന്റെ സൗകര്യങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടത് കൊണ്ടല്ല, എന്റെ ഭാര്യയെ പിരിഞ്ഞത് കൊണ്ടല്ല, എന്റെ മക്കളെ പിരിഞ്ഞത് കൊണ്ടല്ല, ഖബറിനെ പേടിച്ചിട്ടല്ല, നരകത്തെ പേടിച്ചിട്ടല്ല, മഹ്ശറയെ പേടിച്ചിട്ടല്ല, എന്റെ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് ഞാൻ കടന്നു ചെല്ലുമ്പോ അല്ലാഹുവിനെ പടച്ച റബ്ബേ അദാബിനെ പേടിച്ചിട്ടല്ല, അതിനെനിക്ക് യാതൊരു പേടിയുമില്ല, അതിനെനിക്ക് യാതൊരു പേടിയുമില്ല. ഖബറും എന്റെ ഹിസാബും എന്റെ മഹ്ശറയും ദുനിയാവും പടച്ച റബ്ബേ എനിക്ക് പേടിയില്ല. പക്ഷേ ഞാൻ കരയുന്നത് എന്തിനാണെന്നറിയോ? അല്ലാഹുവേ, മഹാനവറുകൾ അവിടെ പറയുകയാണ്, ചൂട് കാലത്ത് നോമ്പെടുക്കുന്നത്, പടച്ച റബ്ബേ തണുപ്പ് കാലത്ത് രാത്രി സമയത്ത് നിന്നിട്ട് നിസ്കരിക്കുന്നത്, അങ്ങനെ നമസ്കരിച്ചുകൊണ്ട് കണ്ണീരൊഴുക്കിക്കൊണ്ട് എന്റെ പടച്ച തമ്പുരാന്റെ മുമ്പിൽ ഞാനിങ്ങനെ പടച്ചവനെ അവിടെ പൊട്ടിക്കരയുന്ന സമയങ്ങള് എന്റെ ജീവിതത്തിൽ എനിക്ക് കടന്നു വന്നിട്ടുണ്ട്. അതിനുള്ള അവസരങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് എന്റെ ജീവിതത്തിൽ ദുനിയാവിൽ നിന്നുള്ള പടച്ച റബ്ബേ ഏറ്റവും വലിയ സുഖമായിട്ടാണ് ഞാൻ കാണുന്നത്, ഏറ്റവും വലിയ സന്തോഷമായിട്ടാണ് ഞാൻ കാണുന്നത്. പടച്ചവനെ, ഈ ദുനിയാവിൽ നിന്നങ്ങ് വിട പറയുമ്പോ, ഇവിടെ നിന്നങ്ങ് വിട പറയുമ്പോ പടച്ചവനെ എന്റെ ആ സുഖമല്ല, പടച്ച റബ്ബേ എന്നിൽ നിന്ന് വിട പറയുകയാണല്ലോ എന്ന് ആലോചിച്ചു കൊണ്ടാണ് അവിടുന്ന് ഞാൻ കരയുന്നതെന്ന്. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ ആമിർ റളിയല്ലാഹു തആല അൻഹു നമ്മെ പഠിപ്പിക്കുകയാണ്, നമ്മളൊക്കെ ഇന്ന് തന്നെ കാത്തിരിക്കുകയാണ്. പടച്ച റബ്ബേ, 3 മാസം കഴിഞ്ഞ റമദാൻ നമ്മളിലേക്ക് കടന്നു വരികയാണ്. നമ്മുടെ മനസ്സിനകത്ത് പല ആളുകളും ഇന്ന് തന്നെ പറയുകയാണ്, ഈ വർഷത്തെ റമദാൻ വല്ലാത്ത ചൂടായിരിക്കുമല്ലോ, ഈ വർഷത്തെ റമദാനിൽ വല്ലാത്ത പ്രയാസമായിരിക്കുമല്ലോ, എങ്ങനെയാണ് വെള്ളം കുടിക്കാതിരിക്കുക, എങ്ങനെയാണ് പടച്ച റബ്ബേ നമ്മൾ ചൂട് കാലത്ത് നോമ്പെടുക്കുക, എങ്ങനെയാണ് പടച്ചവനെ നമ്മള് അല്ലാഹുവേ പട്ടിണി കിടക്കുന്നത്, ചൂട് സഹിക്കാൻ കഴിയുമോ അല്ലാഹുവേ എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് നമ്മൾ ഇപ്പൊ തന്നെ നെഞ്ചത്ത് കൈ വെച്ചുകൊണ്ട് കാത്തിരിക്കുകയാണ്. ആ സമയത്താണ് എന്റെ പ്രിയമുള്ളവരെ, ആ ചൂട് കാലത്ത് അല്ലാഹുവിന്റെ പടച്ച റബ്ബേ മുമ്പിൽ നമ്മൾ നോമ്പെടുക്കുമ്പോ അല്ലാഹ് നിന്റെ ഹൃദയത്തിൽ ഈമാൻ തരുമല്ലോ. ആ സമയങ്ങളിൽ നീ പടച്ച റബ്ബിന്റെ മുമ്പിലാണ്, നീ അല്ലാഹുവിന്റെ മുമ്പിലാണ് ആത്മാർത്ഥമായിട്ട് പടച്ച റബ്ബിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് നോമ്പെടുത്താൽ അല്ലാഹ് നിന്നെ കൈവിടൂല. ആ തണുപ്പുള്ള രാത്രികള് ഇത് തണുപ്പുള്ള രാത്രികളാണല്ലോ, പടച്ച റബ്ബേ മഞ്ഞ് വീഴുന്ന രാത്രികളാണല്ലോ. ഈ സമയത്ത് പാതിരാ സമയത്തിന്റെ നിശബ്ദതയില് എല്ലാവരും അവിടുന്ന് കിടന്നുറങ്ങുന്ന സമയത്ത് നിന്റെ റൂമില്, നിന്റെ വീടിനകത്ത് മുസല്ല വിരിച്ചിട്ട് തണുപ്പത്തെ വുളു എടുത്തിട്ട് നിന്റെ റബ്ബിന്റെ മുമ്പിൽ നിനക്കൊന്ന് നമസ്കരിക്കാൻ നിനക്ക് കഴിയുമോ?
മഹാനായ ആമിർ റളിയല്ലാഹു തആല എന്ന് പറയാൻ ഈ രണ്ട് കാര്യത്തിന് വല്ലാത്തൊരു സുഖം എന്റെ ഹൃദയത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ സുഖം എനിക്ക് കിട്ടൂലല്ലോ എന്ന് ആലോചിച്ചുകൊണ്ടാണ് ഞാൻ കരയുന്നത്, അല്ലാതെ എനിക്ക് നരകത്തെ പേടിണ്ടായിട്ടല്ല എന്ന് മഹാനായ ആമിർ റളിയല്ലാഹു തആല എന്റെ പ്രിയമുള്ളവരെ എന്റെയും നിങ്ങളെയും പഠിപ്പിക്കാം. അള്ളാഹു നമുക്ക് രക്ഷിക്കട്ടെ, പടച്ചോ നമുക്ക് ബോധം നൽകട്ടെ. നമ്മൾ ഇപ്പൊ തന്നെ പറയാണ്, റബ്ബേ ഇത് എന്ത് ചൂടാ വരുന്നത്, ഈ ചൂട് തന്നെ നമ്മളെ കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല, കുറച്ചും കൂടെ കഴിഞ്ഞാൽ ചൂട് കൂടും. അല്ലാഹ് എങ്ങനെയാ പട്ടിണി കിടക്കുന്നത്, എങ്ങനെയാ വെള്ളം കുടിക്കാതിരിക്കുന്നത്. പടച്ചോ റബ്ബേ നമ്മൾ വിഷമം പറയാണ് എന്റെ ഉമ്മ അല്ലേ, ഞാനും നിങ്ങളത് പറയുന്നില്ലേ, നമ്മൾ പറയുന്നുണ്ട് എന്റെ പ്രിയമുള്ളവരെ എന്ന മഹാനവറുകൾ പറയാ. ആ ഒരു അവസരം ചൂട് കാലത്തുള്ള വരൾച്ച കാലത്തുള്ള നോമ്പും തണുപ്പ് കാലത്തുള്ള അള്ളാന്റെ മുമ്പിലുള്ള നമസ്കാരവും ഇനി എനിക്ക് കിട്ടൂലല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ കരയുന്നത് എന്ന് മഹാനായ ആമിർ റളിയല്ലാഹു തആല. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയമുള്ളവർ, അവരുടെ ഈമാൻ നോക്കാണ് നിങ്ങൾ, അവിടേക്ക് ഹൃദയത്തിലുള്ള ഈമാൻ നോക്കാൻ നമുക്കതുണ്ടോ? അള്ളാഹു നമ്മുടെ കൽബിനകത്ത് ഈമാൻ തരട്ടെ. അള്ളാഹു നമ്മുടെ കൽബിനകത്ത് ഈമാൻ നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ ഫുളൈൽ റളിയല്ലാഹു തആല അൻഹു, എന്റെ പ്രിയമുള്ളവരെ, മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു പടച്ച റബ്ബേ അവിടുന്ന് പറയുകയാ, നിനക്ക് പകൽ സമയത്ത് നോമ്പെടുക്കാനും രാത്രി സമയത്ത് നമസ്കരിക്കാനും പടച്ച റബ്ബേ നിനക്ക് സാധിക്കുന്നില്ലേ? എങ്കിലും മനസ്സിലാക്കണം മോനെ, നിന്റെ ഹൃദയത്തിനകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുണ്ടല്ലോ. നിന്റെ ജീവിതത്തിനകത്ത് കാരുണ്യത്തെ അല്ലാഹു തആല എടുത്തു കളഞ്ഞിരിക്കുകയാണ്. നിന്റെ തെറ്റുകള്, നീ കണ്ണുകൊണ്ട് കണ്ട പാപങ്ങള്, ഹൃദയം കൊണ്ട് ചിന്തിച്ച പാപങ്ങള്, ചെവി കൊണ്ട് കേട്ടിട്ടുള്ള പാപങ്ങള്, പടച്ച റബ്ബേ നിന്റെ കൈ കൊണ്ടും കാലുകൊണ്ടും ചെയ്തിട്ടുള്ള പാപങ്ങള്, ഈ പാപങ്ങള് കാരണത്താൽ നിന്റെ ഹൃദയം അങ്ങ് വല്ലാതെ കൊടുസായിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിനക്ക് നമസ്കാരത്തിലേക്കുള്ള ശ്രദ്ധ ലഭിക്കാത്തത്, നമസ്കാരത്തിലേക്കുള്ള ബോധമില്ലാത്തത്. അതുകൊണ്ട് മടി കാണിക്കണ്ട. പടച്ചവനെ, അസ്ർ നമസ്കാരം നമ്മിലേക്ക് കടന്നു വരികയാണ്. പടച്ചവനെ നമസ്കരിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ പ്രശ്നമില്ല, നമുക്കൊരു വേദനയുമില്ല. പടച്ചവനെ നമുക്ക് വല്ലാത്ത വിഷമമില്ല. എന്നാ നമസ്കാരത്തിന് നിനക്ക് വിഷമം കടന്നു വരുന്നുണ്ടെങ്കിലോ, നിനക്ക് ടെൻഷൻ കടന്നു വരുന്നുണ്ടെങ്കിലോ, പടച്ചവനെ നമസ്കരിക്കാത്തത് കൊണ്ട് നിന്റെ ഹൃദയത്തിൽ വേദനിക്കുന്നുണ്ടെങ്കിലോ, നിന്റെ ഹൃദയത്തിൽ അല്ലാഹ് ഈമാൻ തന്നിട്ടുണ്ട്, നിന്റെ ഹൃദയത്തിൽ വിഷമമില്ലേ? എന്നാ നിന്റെ ഹൃദയത്തിനകത്ത് ഈമാനില്ലെന്ന് മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു. നമസ്കാരത്തിന്റെ സമയമായിട്ട് ഒരു പേടിയും നമുക്കില്ല. നമ്മുടെ വീടിനകത്ത് കല്യാണാണ്, സൽക്കാരാണ്, വിരുന്നുകാർ വന്നിട്ടുണ്ട്, മറ്റു കാര്യങ്ങളിൽ യാത്ര പോയിരിക്കുകയാണ്. നമസ്കാരത്തിന്റെ സമയങ്ങൾ അങ്ങനെ കടന്നു പോണു, ദുഹർ പോണു, അസ്ർ പോണു, മഗ്രിബ് പോണു. എന്നിട്ടും നിന്റെ ഹൃദയത്തിനകത്ത് നിനക്ക് യാതൊരു പേടിയും ഇല്ലെങ്കിൽ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, നിന്റെ ഹൃദയത്തിൽ അല്ലാഹു തആല കരുണ എടുത്തു കളഞ്ഞിട്ടുണ്ട്. നിന്റെ പാപങ്ങൾ കാരണത്താൽ നിന്റെ ഹൃദയം കുടുസായി പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്ന് അല്ലാഹുവേ പടച്ച റബ്ബേ മഹാനായ ഫുളൈൽ റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കാം. അതുകൊണ്ട് മനസ്സിലാക്ക്, നിസ്കാരത്തിൽ നിനക്ക് പേടിയില്ലെങ്കിൽ, നിസ്കാരത്തിന്റെ കാര്യത്തിൽ അശ്രദ്ധയാണെങ്കിൽ, എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു തആല പരീക്ഷണങ്ങൾ തരും. അല്ലാഹു തആല കാത്തു രക്ഷിക്കട്ടെ, അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ അവരൊക്കെ പുറത്തു പോകുന്നവരാ, ന്യൂജൻ ചിന്തകളുള്ളവരാ, പുതിയ കാലഘട്ടങ്ങളിൽ പുതിയ ചിന്തകളെ കൊണ്ട് നടക്കുന്ന നമ്മുടെ മക്കളാ. എന്റെ പ്രിയമുള്ളവർ, ഒരിക്കലും തന്നെ ആ മക്കളുടെ കാര്യത്തിൽ നമ്മൾ അശ്രദ്ധ കാണിക്കരുത്. അവര് പുറത്തു പോയാൽ, അവര് വീട്ടിലേക്ക് വരുന്ന സമയത്ത് മോനെ നീ നിസ്കരിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ വീട്ടിലുള്ള സമയത്ത് മോളെ നീ നിസ്കരിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ
ചോദിക്കാനുള്ള മനസ്സ് എനിക്കും നിങ്ങൾക്കും വേണം. അല്ലെങ്കിൽ നാളെ അള്ളാന്റെ മുമ്പിൽ നമ്മൾ പരാജയപ്പെടും. നാളെ പടച്ചുറപ്പിന്റെ കോടതിയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോ എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതാ അവിടുന്ന് അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നാളെ പടച്ചവനെ തന്റെ മാതാപിതാക്കളെ സ്വർഗത്തിലേക്ക് കടന്നു പോകുമ്പോൾ അല്ലാഹുവേ, സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന മാതാപിതാക്കളെ പുറകോട്ട് വിളിച്ചിട്ട് നരകത്തിലേക്ക് വലിച്ചെറിയുന്ന സമയമുണ്ട് ഉമ്മ. ഏതാണ് ആ സമയമെന്നറിയോ? ദുനിയാവിന്റെ തുടിക്കുമ്പകളിലൂടെ കടന്നു പോകുമ്പോൾ പടച്ചുറപ്പേ മക്കളെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്താത്തവരാണ്, മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കാത്തവരാണ്. പടച്ചവനെ മക്കൾ അവിടെ നിന്ന് പടച്ചവനെ അവിടെ നിന്ന് നമസ്കരിക്കാതിരിക്കുമ്പോ, അവർ തെറ്റുകൾ കാണുമ്പോ, അവർ തെറ്റുകൾ ചെയ്യുമ്പോ, റമളാൻ മാസത്തിൽ നോമ്പുമായിട്ട് യാതൊരു ബന്ധമില്ലാതെ നടക്കുമ്പോ അതൊന്ന് തിരുത്താനുള്ള മനസ്സ് പോലും കാണിക്കാത്ത വാപ്പാ, മക്കള് പടച്ചുറപ്പേ എന്ത് തന്നെ ചെയ്താലും അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഉമ്മ. നിന്നെ കുറിച്ചാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. നാളെ അല്ലാഹുവിന്റെ മഹ്ശറയുണ്ടല്ലോ, എല്ലാവരും പേടിച്ചു നിൽക്കുന്ന മഹ്ശറയുണ്ടല്ലോ. ആ പരിശുദ്ധമായ മഹ്ശറയില് നീ ഫർദ ധരിക്കുന്നുണ്ട്. ദുനിയാവിന്റെ തൊലിക്ക് മുകളിലൂടെ നീ പുറത്തിറങ്ങുമ്പോ നീ ഫർദ ധരിക്കുന്നവളാണ്, ഹിജാബ് ധരിക്കുന്നവളാണ്. നിന്റെ ശരീരം മുഴുവനും മറച്ചിട്ട് പടച്ചവനെ പേടിച്ചിട്ട് നടക്കുന്നവളാണ്. എന്നാൽ നിന്റെ കൂടെ നടക്കുന്ന നിന്റെ പ്രിയപ്പെട്ട കൊച്ചുമകളുണ്ടല്ലോ, പടച്ചവനെ അവരുടെ വസ്ത്രവും അവരുടെ വസ്ത്രരീതിയും അവരുടെ നടപ്പും അവരുടെ മുടിയുമെല്ലാം പടച്ചവരപ്പേ പുതിയ ഫാഷനുകളാണ്, ന്യൂജൻ ചിന്താഗതികളിലൂടെയാണെങ്കിലോ, അല്ലാഹുവേ ശരീരത്തിന്റെ ഭാഗങ്ങളെ പുറത്ത് കാട്ടി നടക്കുന്നവരാണെങ്കിലോ, നാളെ പടച്ചുറപ്പിന്റെ മുമ്പിൽ നീ രക്ഷപ്പെടുമെന്ന് നീ വിചാരിക്കണ്ട. നിന്റെ മക്കളും നിന്റെ വീടും നിന്റെ കുടുംബവുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ ഏൽപ്പിച്ചതാ. ആ പടച്ച തമ്പുരാൻ നിന്നെ ഏൽപ്പിച്ചിട്ടുള്ളതാണ്. നീ നോക്കണമത്, നിന്റെ മക്കളെ നോക്കണം, നിന്റെ ഭർത്താവിനെ നോക്കണം. ഇതെല്ലാം നിന്റെ ജീവിതത്തിൽ നിനക്കുള്ള ബാധ്യതയാണ് പെണ്ണേ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, പെണ്ണെന്ന് പറഞ്ഞാൽ അവൾ ഭർത്താവിന്റെ വീട്ടിലെ ഭരണാധികാരിയാണ്, അവിടുത്തെ രാജ്ഞിയാണ്, അവിടുത്തെ ഭരണം അവളുടെ കയ്യിലാണ് വേണ്ടത്. പടച്ചുറപ്പേ, തന്റെ മക്കള്, തന്റെ ഭാര്യ, തന്റെ ഉമ്മ, തന്റെ വാപ്പ, അവർക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പാടുകൾ സഹിച്ചുകൊണ്ട് മരുഭൂമിയുടെ മരുപ്പറമ്പിലൂടെ നടക്കുന്ന പടച്ചുറപ്പേ വാപ്പമാരുണ്ട്. അവര് ചെലവിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുകയാണ്. അവര് ചെലവുണ്ടാക്കാൻ വേണ്ടിയിട്ട്, സമ്പത്തുണ്ടാക്കാൻ വേണ്ടിയിട്ട്, തന്റെ ഭാര്യക്കും തന്റെ മക്കൾക്കും വേണ്ടിയിട്ട് അവിടെ നിന്ന് കഷ്ടപ്പെട്ടുകൊണ്ട് നടക്കുമ്പോ ഉമ്മ ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട്, ഭർത്താവിനെ കളിയാക്കിക്കൊണ്ട് ഈ ഭൂമിയിലൂടെ കടന്നു പോകുന്ന പെണ്ണ്, നിന്നെ അല്ലാഹ് വെറുതെ വിടുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? നിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വെറുതെ വിടുമെന്ന് വിചാരിക്കുന്നുണ്ടോ? നീ ദുനിയാവിന്റെ തൊലിക്ക് മുകളിലൂടെ നീ നടക്കുമ്പോ, നീ നിസ്കരിക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. നിന്റെ മക്കൾ ആ കാര്യങ്ങളിൽ നിന്നൊക്കെ നീ മാറ്റി നിർത്തിയിട്ടുണ്ട്. അതൊന്നും നീ ശ്രദ്ധിക്കുന്നില്ല. അവർക്ക് ഞാനെല്ലാം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അവർക്ക് ഒരുപാട് പ്രായമായിട്ടുണ്ടല്ലോ, ഇനി അവര് ചെയ്യട്ടെ, ഇനി അവരിഷ്ടമുള്ളത് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചവനെ നടക്കുന്ന ഉമ്മ, നീ വേണ്ടതുപോലെ നിന്റെ മക്കളുടെ കാര്യത്തിൽ നീ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അള്ളാന്റെ കോടതിയിലേക്ക് നിന്റെ ടിക്കറ്റുമായിട്ട്, നീ ചെയ്ത നന്മകളുമായിട്ട്, നിന്റെ ഏടുമായിട്ട് നീ അവിടെ നിന്ന് കടന്നു പോകുമ്പോ നിനക്ക് ചിലപ്പോ പടച്ചവന് സ്വർഗമായിരിക്കും തന്നിരിക്കുക. വാപ്പാ, നിനക്ക് സ്വർഗമായിരിക്കും തന്നിരിക്കുന്നത്. നിന്റെ മക്കള് നിന്നെ വിളിക്കുമല്ലോ,
എന്നിട്ട് നിന്റെ മക്കള് പറയുമത്രേ, അല്ലാഹുവേ എന്റെ വാപ്പയും ഉമ്മയും എന്നെ കുറിച്ചിട്ട് ചിന്തിച്ചിട്ടില്ല. ഞാൻ എന്റെ ശരീരം മുഴുവനും പുറത്ത് കാട്ടി നടക്കുന്നത് എന്റെ ഉമ്മ എനിക്ക് വാങ്ങിത്തന്ന വസ്ത്രമാ, എന്റെ ഉമ്മ എനിക്ക് വാങ്ങിത്തന്ന വസ്ത്രമാണ്, എന്റെ വാപ്പ പൈസ തന്നതാണ്. അല്ലാഹുവേ ഞാൻ എല്ലാ ഹറാമുകൾ കാണുന്നതും കേൾക്കുന്നതും എന്റെ വാപ്പാക്കും എന്റെ ഉമ്മാക്കും അറിയുമായിരുന്നല്ലോ. ഞാൻ ഈ ഗതിയിലേക്ക് കടന്നു വരാനുള്ള കാരണം അവരാണെന്ന് അതാ അവിടുന്ന് എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ മക്കൾ അതാ അവിടുന്ന് പറയുകയാണ്. നമ്മുടെ മക്കൾ അവിടെ നിന്ന് പറയുകയാണ്. എന്നിട്ടോ അല്ലാഹുവിനോട് പറയുമത്രേ, പടച്ചവനെ പടച്ചവനെ, ഈ മഅ്ശറയുടെ ചൂടുണ്ടല്ലോ, ഈ മഅ്ശറയുടെ ചൂടുണ്ടല്ലോ എന്നെ കൊണ്ട് താങ്ങാൻ കഴിയുന്നില്ല അല്ലാഹ്, എന്നെ കൊണ്ട് താങ്ങാൻ കഴിയുന്നില്ല അല്ലാഹ്. അതുകൊണ്ട് ഇവിടെ ഒന്ന് മലർത്തി കിടത്തിത്താ അല്ലാഹ്. അവിടെ മുകളിൽ ഞാനൊന്ന് കയറി നിന്നിട്ട് എന്റെ കാലിന്റെ ചൂട് എനിക്ക് നിൽക്കാൻ കഴിയാത്ത എന്റെ പ്രയാസം ഞാനൊന്ന് ക്ഷമിക്കട്ടെ എന്നതാ അവിടുന്ന് നമ്മുടെ മക്കളെ വിളിച്ചു പറയുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എന്റെ പ്രിയമുള്ളവരെ നമ്മെ പഠിപ്പിക്കാം. നമ്മുടെ മക്കൾക്ക് കീറിയ പാന്റ് വാങ്ങിച്ചു കൊടുക്കുന്നത് നമ്മളാ, തലയിലിടുന്ന ഒരു ചെറിയൊരു തട്ടോണ്ട് അത് മാത്രം വാങ്ങിച്ചു കൊടുക്കുന്നത് നമ്മളാ, ജീൻസിന്റെ പാന്റ് വാങ്ങിച്ചു കൊടുക്കുന്നത് നമ്മളാ, ടീഷർട്ട് ടൈറ്റ് ഫിറ്റ് ആയിട്ട് കിടക്കുന്ന വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നത് മാതാപിതാക്കളാ. ഉമ്മയുണ്ടാകും ഇങ്ങനെ പുറത്തു പോകുമ്പോ പടച്ചുറപ്പെ കണ്ണും കൂടെ വലയിട്ട് മറഞ്ഞ ഹിജാബ് മറയിട്ട് നടക്കുന്ന ഉമ്മമാരുണ്ടാകും. തൊട്ടടുത്ത് തന്നെ കയ്യെ പിടിച്ചിട്ടുണ്ടാകും. എന്റെ പ്രിയമുള്ളവരെ, പ്രായപൂർത്തിയായ പെൺകുട്ടികൾ അവിടെ തലയിൽ പോലും ഒരു തട്ടുണ്ടാവില്ല, തോളിൽ ഞാൻ തൂങ്ങിയിട്ട് കിടക്കുന്നുണ്ടാകും ഒരു ഷാൾ, അങ്ങനെ നടക്കുന്നുണ്ടാവും ചില പെൺമക്കൾ. അതേപോലെ തന്നെ ആൺമക്കൾ അവരുടെ പാന്റൊക്കെ പിടിച്ചിട്ട് കീറിയിട്ടുണ്ടാകും. ഈ അടുത്ത് പിന്നെ ഒരു ചെറുപ്പക്കാരൻ അവൻ നല്ല പാന്റ് വാങ്ങിയിട്ട് ആ പാന്റ് പിന്നീട് കൊണ്ടുപോയിട്ട് സ്ക്രാച്ച് കീറാൻ വേണ്ടിട്ട് പോകാം. ഈ ടൈലർ ഷോപ്പിൽ പോയിട്ട് അത് കീറിക്കുക, എന്തൊരു സാധനം വെച്ചിട്ട് വലിച്ചാല് അതിങ്ങനെ സ്ക്രാച്ച് വന്നിട്ട് കീറും അല്ലെ. കീറാത്ത പാന്റ് ഇട്ടിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ഇന്ന് ആളുകൾ പൈസ കൊടുത്തിട്ട് കീറിയ പാന്റ് വാങ്ങാം. ഈ അടുത്തേറ്റ് ഒരു തുണിക്കടയിലുള്ള ഒരു ഫോട്ടോ അങ്ങനെ വന്നിരുന്നു. പടച്ചവനെ, ആകെ കീറി കിടക്കുന്ന പാന്റ്, അതിലുള്ള പാന്റ്, ആ കടയിൽ കാണുന്ന പാന്റ്, കുറെ ജീൻസിന്റെ പാന്റ്സ് ഉണ്ട്, ഒക്കെ കീറി ഇങ്ങനെ കിടക്കുന്ന പാന്റുകൾ. ഇന്ന് ആൺകുട്ടികളും കണക്ക്, പെൺകുട്ടികളും കണക്ക്, അവരെല്ലാവരും വിട്ട് നടക്കുന്നത് കീറിയ പാന്റ്. അല്ലാഹു തആല ബോധം നൽകട്ടെ, അല്ലാഹു തആല നമുക്ക് ബോധം നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, പഴയ കാലങ്ങളിൽ തന്റെ മാനം മറക്കാൻ, തന്റെ ജീവിതത്തിൽ തന്റെ ശരീരം മറ്റുള്ളവരെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് എന്റെ പ്രിയമുള്ളവരെ നമ്മളൊക്കെ വസ്ത്രം ധരിച്ചിരുന്നവരാ. അങ്ങനെ വസ്ത്രം ധരിച്ചിരുന്നവരാ ഇന്ന് നമ്മുടെ ശരീരത്തിന്റെ ഭാഗങ്ങൾ കാണാൻ വേണ്ടിയിട്ട് വസ്ത്രം ധരിക്കുന്ന അവസ്ഥയിലേക്കാ നമ്മുടെ കാലം എത്തിയിട്ടുള്ളത്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ.